സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറും 1 ഗ്ലാസ് ഗോതമ്പ് മാവ് കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കിടിലൻ ടേസ്റ്റിലുള്ള അലുവയാണ്. നാം വ്യത്യസ്ത തരത്തിലുള്ള അലുവകൾ ഉണ്ടാക്കുമെങ്കിലും വളരെ സിമ്പിളായി നമ്മുടെ അടുക്കളയിലുള്ള 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന അലുവയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിഗിനേഴ്സിന് ധൈര്യമായി ഉണ്ടാക്കി നോക്കാവുന്നതാണ്. മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ അലുവ തയ്യാറാക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് ഗോതമ്പ് മാവ്, 2.5 കപ്പ് പഞ്ചസാര, 1/2 ഗ്ലാസ് നെയ്യ് എന്നിവയാണ്. ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്ത് ചലിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിലോ കപ്പിലോ അളവുകൾ എടുക്കാം. ഒരു ചെറിയ ഗ്ലാസ്സിൽ നിന്നുള്ള ഗോതമ്പ് മാവിൽ നിന്ന് തന്നെ 1/2 കിലോ തൊട്ട് 3/4 കിലോ വരെ അലുവ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് കുറഞ്ഞ അളവിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഗോതമ്പ് മാവ് ചലിച്ചു ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത് ആ വിഭവത്തിൻ്റെ മധുരം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാവ് കലക്കുക. നമ്മൾ ഗോതമ്പ് മാവ് എടുത്ത അതേ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. മാവ് കലക്കാനുള്ള എളുപ്പത്തിന് ആദ്യം തന്നെ 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാതെ ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കിയതിനു ശേഷം ബാക്കി 4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കട്ടയില്ലാതെ കലക്കി വയ്ക്കുക. സാധാരണ അലുവ ഉണ്ടാക്കാൻ മാവ് കലക്കി പാലെടുത്ത് പുളിപ്പിച്ചാണ് ഉണ്ടാക്കാറ്. എന്നാൽ ഈ അലുവയ്ക്ക് മാവ് കലക്കിയതും അലുവ ഉണ്ടാക്കാം. അടുത്തതായി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ഉരുകി തുടങ്ങുമ്പോൾ 2 സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്ത് വഴറ്റുക. അണ്ടിപ്പരിപ്പ് ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി മാറ്റുക. ഇനി ഇതേ പാനിലേക്ക് നമ്മൾ കലക്കി വെച്ച ഗോതമ്പ് മാവ് ചേർക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാവ് കുറുക്കിയെടുക്കുക. മാവ് കട്ട പിടിക്കാതിരിക്കാൻ കൈവിടാതെ ഇളക്കുക. നമ്മുടെ ഗോതമ്പ് മാവ് ലേശം കുറുകി വന്നാൽ 2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതേ സമയം നമ്മൾക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഒരു പാനിലിട്ട് സിമ്മിൽ കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ സിമ്മിൽ പഞ്ചസാര ഉരുക്കുന്നതിനെയാണ് കാരമലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. പഞ്ചസാര ഉരുകി തേൻ നിറമാകുമ്പോൾ വാങ്ങി വയ്ക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത് മറ്റൊരു ബർണറിലേക്ക് മാറ്റി ഇടയ്ക്കിടെ ഇളക്കിയാൽ മതി. പഞ്ചസാര അലിഞ്ഞ് ഒന്ന് കുറുകുമ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അലുവയ്ക്ക് കളറൊന്നും നാം ചേർക്കുന്നില്ല. അതിനു പകരമായിട്ടാണ് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നത്. കൂടാതെ ടേസ്റ്റും സൂപ്പറായിരിക്കും. ഇനി കാരമലൈസ് ചെയ്ത പഞ്ചസാര ചേർത്താൽ ചിലപ്പോൾ കട്ട പിടിച്ചതുപോലെ തോന്നും. അത് സാരമില്ല. കുറുകുന്നതിനോടൊപ്പം കട്ടയെല്ലാം അലിഞ്ഞ് മാവിൽ ലയിച്ചുകൊള്ളും. മീഡിയം ഫ്ലെയിമിൽ കുറുക്കിയെടുക്കുക. നമ്മൾ എടുത്തു വെച്ച 1/2 ഗ്ലാസ് നെയ്യിൽ നിന്നും 1 സ്പൂൺ ഇപ്പോൾ ചേർക്കാം. ആദ്യം 1 സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തു കോരിയിരുന്നു. ഇപ്പോൾ നമ്മൾ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ മാവ് കുറുക്കിയെടുക്കുക. നമ്മൾ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 20 തൊട്ട് 25 മിനിറ്റിനുള്ളിൽ നല്ലപോലെ കുറുക്കി കിട്ടും. ഇപ്പോൾ വീണ്ടും 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. മാവ് കുറുകി വശങ്ങളിൽ നിന്നും വിട്ട് കുറുകി ബാൾ പോലെ ആയാൽ നമ്മൾക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. സാധാരണ അലുവ ചൂടാറിയിട്ടാണ് കഴിക്കാറുള്ളത്. എന്നാൽ ഈ ഗോതമ്പ് അലുവ ചൂടോടെയും തണുപ്പിച്ചും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും സൂപ്പർ സ്വാദായിരിക്കും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് മുറിച്ചും നമ്മൾക്ക് സെർവ് ചെയ്യാം. 2-3 ദിവസം വരെ സ്റ്റോർ ചെയ്ത് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒരാഴ്ച വരെ കഴിക്കാം. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. 1/2 മണിക്കൂർ കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഹെൽത്തി അലുവ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.
വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.